2006 ജൂൺ 16 വളരെ കൊടൂരമായ രീതിയിൽ മരണപ്പെട്ട മസ്കലിബോ എന്നൊരു പെൺകുട്ടിയുടെ ശരീരം ലഭിക്കുന്നു. ഉടൻ തന്നെ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസുകാർ എത്തി. ശേഷം അവിടെ നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് അന്വേഷിച്ചു നോക്കി. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ മരണപ്പെട്ട പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഒരു ട്രെയിൻ ടിക്കറ്റ് ലഭിച്ചു. ശേഷം ആ ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ടുള്ള സ്റ്റേഷൻ ഏതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ശേഷം പോലീസുകാർ അവിടേക്ക് തിരിച്ചു. അവിടെ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറകൾ പോലീസുകാർ പരിശോധിച്ച് നോക്കി. CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ കൂടെ സ്റ്റേഷനിൽ വെച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നതായി പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ വ്യക്തിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന സീരിയൽ കില്ലറായ അലക്സാണ്ടർ പിച്ചസ്കിൻ. ഇയാളെ റഷ്യയിലെ വളരെ കൊടൂരമായ സീരിയൽ കില്ലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പലരും ഇയാളെ ചെസ് ബോർഡ് കില്ലർ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 52 വ്യക്തികളെ ഇയാൾ കൊന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ മോശമായ ഈ സീരിയൽ കില്ലറിൻ്റെ കഥയാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1974 റഷ്യയിൽ അലക്സാണ്ടർ എന്നൊരു കുട്ടി ജനിക്കുന്നു. ഈ കുട്ടിക്ക് സ്വന്തമായി പറയാൻ അമ്മയും മുത്തച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റഷ്യയിലെ ഒരു വലിയ സിറ്റിയുടെ നടുവിലാണ് ഈ കുട്ടി ചെറുപ്പകാലത്ത് ജീവിച്ചത്. ആ കുട്ടിക്ക് 4 വയസ്സുണ്ടായിരുന്നപ്പോൾ പാർക്കിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും തെന്നി വീഴുകയും ആ ഊഞ്ഞാല് ആ കുട്ടിയുടെ തലയിൽ വന്ന് വളരെ ശക്തിയായി അടിക്കുകയും ചെയ്തു. ഇതുമൂലം ആ കുട്ടിയുടെ തലയ്ക്ക് വളരെ വലിയൊരു പരുക്ക് തന്നെ ഉണ്ടായി. ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ തലയ്ക്കകത്ത് വളരെ ശക്തമായ മുറിവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ബ്രെയിനിൽ വളരെയേറെ ഡാമേജുകൾ ഉണ്ടായി. അതിനുശേഷം അലക്സാണ്ടർക്ക് വിചിത്രമായ ഓരോ കാര്യങ്ങളോട് ഇഷ്ടം തോന്നുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാൻ താല്പര്യം തോന്നി. അതുകൊണ്ട് തന്നെ ഒരുപാട് മോശമായ കാര്യങ്ങൾ അലക്സാണ്ടർ ചെറുപ്പകാലത്ത് ചെയ്തിരുന്നു. തലയിൽ ഇങ്ങനെ ഒരു മുറിവ് സംഭവിച്ചതുകൊണ്ട് തന്നെ തലയുടെ ഷേപ്പ് ആകെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ സ്കൂളിലുണ്ടായിരുന്ന കുട്ടികൾ അലക്സാണ്ടറിനെ എപ്പോഴും പരിഹസിക്കുമായിരുന്നു. മാത്രമല്ല, സ്കൂളിലുണ്ടായിരുന്ന കുട്ടികൾ എപ്പോഴും അലക്സാണ്ടറിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അലക്സാണ്ടർ അധികം ആരോടൊന്നും മിണ്ടാതെ എപ്പോഴും ഒറ്റയ്ക്കാണ് സമയം ചിലവഴിച്ചത്. ഈ കാര്യങ്ങൾ മൂലം അലക്സാണ്ടർക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നി. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അലക്സാണ്ടറിൻ്റെ അമ്മ അലക്സാണ്ടറിനെ ആ സ്കൂളിൽ നിന്നും അംഗവൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അലക്സാണ്ടറിൻ്റെ മുത്തച്ഛൻ അറിഞ്ഞു. അലക്സാണ്ടർ ഒരു ബുദ്ധിശാലിയായ കുട്ടിയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റിയാൽ കൃത്യമായ എഡ്യൂക്കേഷൻ അവന് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ അലക്സാണ്ടറിനെ മാറ്റണമെന്ന് മുത്തച്ഛൻ പറഞ്ഞു. മാത്രമല്ല, അലക്സാണ്ടർക്ക് പുതിയ സ്കൂള് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിൻ്റെ മുത്തച്ഛൻ ആ സ്കൂളിൽ നിന്നും അലക്സാണ്ടറിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മുത്തച്ഛൻ്റെ കൂടെ അലക്സാണ്ടർ സ്വന്തം ഇഷ്ടപ്രകാരം വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. അലക്സാണ്ടർക്ക് തൻ്റെ മുത്തച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മുത്തച്ഛന് ശേഷം അലക്സാണ്ടർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൃഗങ്ങളെയായിരുന്നു. മാത്രമല്ല, മൃഗങ്ങളെ അലക്സാണ്ടർ ഒരുപാട് സ്നേഹിക്കുമായിരുന്നു. ഒരിക്കൽ അലക്സാണ്ടറുടെ വീട്ടിലെ ഒരു പൂച്ചക്കുട്ടി മരണപ്പെട്ടത് മൂലം ഒരുപാട് നാൾ അലക്സാണ്ടർ ആരോടും മിണ്ടാതെ വളരെ വിഷമത്തോടെ ഇരുന്നു. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ തൻ്റെ മുത്തച്ഛൻ്റെ നായ്ക്കുട്ടിയെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. അലക്സാണ്ടറിൻ്റെ വീടിനടുത്ത് ബിക്സൺ എന്നൊരു പാർക്കുണ്ടായിരുന്നു. ഈ പാർക്കിൽ അലക്സാണ്ടറും മുത്തച്ഛനും അവരുടെ നായ്ക്കുട്ടിയെ കൂട്ടി എപ്പോഴും നടക്കാൻ പോകുമായിരുന്നു. ബിക്സൺ എന്നത് വലിയൊരു പാർക്കായിരുന്നു. ഇതേ സമയത്താണ് അലക്സാണ്ടർ ചെസ്സ് കളിക്കാൻ ആരംഭിക്കുന്നത്. മാത്രമല്ല, ചെസ് ബോർഡിൽ തൻ്റേതായിട്ടുള്ള ഒരു കഴിവും അലക്സാണ്ടർ സൃഷ്ടിച്ചു. മാത്രമല്ല, ഒരുപാട് പേരുമായി അലക്സാണ്ടർ ചെസ്സ് കളിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് പ്രായമായ വ്യക്തികളുമായി അലക്സാണ്ടർ ചെസ്സ് കളിക്കുമായിരുന്നു. ഓരോ കളിയിലും വിജയിക്കുമ്പോൾ അലക്സാണ്ടർക്ക് വളരെയേറെ സന്തോഷമുണ്ടാകും. അങ്ങനെ അലക്സാണ്ടറിൻ്റെ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് അലക്സാണ്ടറിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ദുരന്തം വീണ്ടും സംഭവിക്കുന്നത്. അതെന്തെന്നാൽ അലക്സാണ്ടറിൻ്റെ മുത്തച്ഛൻ മരണപ്പെട്ടു. മുത്തച്ഛൻ്റെ മരണം അലക്സാണ്ടറിനെ മാനസികമായി തളർത്തി. അലക്സാണ്ടറിൻ്റെ ജീവിതത്തിൽ നിന്നും എന്തോ ഒന്ന് നഷ്ടമായതുപോലെ അയാൾക്ക് തോന്നി. അതിനുശേഷം അലക്സാണ്ടർ ലഹരികൾക്ക് അടിമയായി. മാത്രമല്ല, എപ്പോഴും മദ്യപിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അലക്സാണ്ടർ തൻ്റെ നായുമായി പാർക്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടികൾ കളിക്കുന്നത് അലക്സാണ്ടർ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അലക്സാണ്ടർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ക്യാമറ എടുത്ത് കുട്ടികൾ കളിക്കുന്നത് ഷൂട്ട് ചെയ്തു. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരു ആൺകുട്ടിയെ അലക്സാണ്ടർ ബലമായി പിടിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയതിന് ശേഷം നിന്നെ ഞാൻ താഴേക്ക് പോയിടാൻ പോവുകയാണ്, മാത്രമല്ല നീ താഴെ വീണാൽ മരണപ്പെടുമെന്ന് പറയുന്നത്. ആ സമയത്ത് അലക്സാണ്ടർ ആ കുട്ടിയോട് പറഞ്ഞത്, ഞാനാണ് ഏറ്റവും വലിയവൻ, മാത്രമല്ല എനിക്ക് ഒരുപാട് അത്ഭുത ശക്തികളുണ്ട്, ഞാൻ വിചാരിച്ചാൽ എന്തും സംഭവിക്കും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അലക്സാണ്ടറിൻ്റെ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം ക്യാമറ എടുത്ത് ആ കാര്യങ്ങൾ അലക്സാണ്ടർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നതിൽ അലക്സാണ്ടർക്ക് വളരെ വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. 1992 ജൂലൈ 27 അലക്സാണ്ടർക്ക് 18 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഒരു പയ്യനെ അയാൾ കൊന്നു. മാത്രമല്ല, പയ്യൻ്റെ ശരീരം പാർക്കിൽ കുഴിച്ചിടുകയും ചെയ്തു. ഇതാണ് അലക്സാണ്ടർ ചെയ്ത ആദ്യത്തെ കൊലപാതകം.
ആ പയ്യനെ അലക്സാണ്ടർ കൊല്ലാൻ കാരണം അലക്സാണ്ടറിൻ്റെ ഗേൾഫ്രണ്ടുമായി ആ പയ്യന് അവിഹിതമുണ്ടായിരുന്നു എന്ന കാരണം മൂലമാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ പാർക്കിൽ മരണപ്പെട്ട രീതിയിൽ അലക്സാണ്ടറിൻ്റെ ഗേൾഫ്രണ്ടിനെയും കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിലും അലക്സാണ്ടറിൻ്റെ കരങ്ങൾ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, നിറയെ കൊലപാതകങ്ങൾ അലക്സാണ്ടർ തൊട്ടടുത്തുള്ള പാർക്കിൽ ചെയ്തിട്ടുണ്ട്. ശേഷം പാർക്കിലുള്ള ഓരോ ഭാഗങ്ങളിലും ശരീരം മറവ് ചെയ്തിട്ട് തിരിച്ചു പോകും. അങ്ങനെ എപ്പോഴും അലക്സാണ്ടർ പാർക്കിൽ വരാൻ തുടങ്ങി. മാത്രമല്ല, അവിടെ വരുന്നവരുമായി അലക്സാണ്ടർ ചെസ്സ് കളിക്കുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ അവിടെ ചെസ്സ് കളിക്കുമ്പോൾ അലക്സാണ്ടർ തോറ്റുപോയാൽ എതിർഭാഗത്ത് കളിച്ച ആളെ വെറുക്കാതെ വളരെ പോസിറ്റീവായി എടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സാണ്ടർ വളരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരുന്ന നായ്ക്കുട്ടിയും മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഇനി ആരും തനിക്ക് വേണ്ടി ജീവനോടെ ഇല്ലെന്ന് അലക്സാണ്ടർ കരുതി. അങ്ങനെ വീണ്ടും അലക്സാണ്ടർ ഡിപ്രഷനിലേക്ക് പോയി. അലക്സാണ്ടറിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവസാനമായി ലോകത്ത് അലക്സാണ്ടറിന് സ്വന്തമെന്ന് പറയാനുള്ള ജീവനും പോയി. ആദ്യം മുത്തച്ഛനും മരണപ്പെട്ടു. പിന്നീട് താൻ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരുന്ന നായ്ക്കുട്ടിയും തന്നെ വിട്ടുപോയി. അവരുടെ രണ്ടുപേരുടെയും മരണം അലക്സാണ്ടറുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എന്തിന്, പല പേരുടെ ജീവിതങ്ങൾ ഈ കാരണം മൂലം മാറിപ്പോയി. ഇതിനുശേഷമാണ് അലക്സാണ്ടർ പല കൊലപാതകങ്ങളും ചെയ്യാൻ തുടങ്ങിയത്. കുട്ടികൾ മുതിർന്നവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും അലക്സാണ്ടർ കൊന്നു തള്ളി. ഇതിലേറ്റവും കൂടുതലും കുട്ടികളെയും മുതിർന്നവരെയുമാണ് അലക്സാണ്ടർ ലക്ഷ്യം വെച്ചത്. സ്വന്തമായി വീടില്ലാത്തവർ, വീട്ടിൽ തനിച്ചായവർ എന്നിങ്ങനെയുള്ളവരെ സംസാരിച്ച് കയ്യിലെടുത്ത് ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൗജന്യമായി ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്ത് വളരെ നല്ല രീതിയിൽ ഇടപെടുമായിരുന്നു. അങ്ങനെ വന്നവർ മദ്യലഹരിയിലായതിനു ശേഷം മരണപ്പെട്ടു പോയ തൻ്റെ നായ്ക്കുട്ടിയുടെ ശരീരം കുഴിച്ചിട്ട ഭാഗത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി, ഞാൻ വളരെ സ്നേഹത്തോടെ വളർത്തിയ നായ്ക്കുട്ടിയാണിത്, അത് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അലക്സാണ്ടർ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളും വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന് അവരുടെ തലയ്ക്ക് അലക്സാണ്ടർ ചുറ്റിക വെച്ച് അടിച്ചു കൊല്ലും. കൊല്ലുന്നതിന് മുൻപ് എല്ലാവരുമായി വളരെ നല്ല രീതിയിൽ സംസാരിച്ച് സ്നേഹത്തോടെ പെരുമാറിയതിനു ശേഷമാണ് അലക്സാണ്ടർ കൊല്ലുന്നത്. അതിന് കാരണം അങ്ങനെ ചെയ്യുന്നതാണ് അലക്സാണ്ടറിന് ഏറ്റവും എളുപ്പമായിരുന്നത്. അങ്ങനെ കൊന്നുകളഞ്ഞവരുടെ ശരീരങ്ങൾ പാർക്കിലും ഡ്രെയിനേജിലും അലക്സാണ്ടർ ഉപേക്ഷിക്കുമായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ആളുകളെ കൊല്ലുമ്പോൾ താൻ വലിയവനാണെന്ന് അലക്സാണ്ടർക്ക് സ്വയം തോന്നും. ഓരോരുത്തരെ കൊല്ലുമ്പോഴും അലക്സാണ്ടർ ഒരു വോഡ്ക ബോട്ടിൽ അവരുടെ തലയിൽ അടിച്ചു കയറ്റുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർക്കിൽ ഒളിപ്പിച്ചു വെച്ച ജഡങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. ശേഷം തലയ്ക്കകത്ത് അടിച്ചു കയറ്റിയ ബോട്ടിൽ കണ്ടെത്തിയ പോലീസുകാർ ഈ കൊലപാതകങ്ങളെല്ലാം ഒരേ പാറ്റേണിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതെല്ലാം ഒരാൾ തന്നെയാണ്. അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അലക്സാണ്ടർ ഒരു വയസ്സായ വ്യക്തിയെ ഡ്രിങ്ക്സ് കഴിക്കാൻ ക്ഷണിക്കുന്നത്. അദ്ദേഹവും അലക്സാണ്ടർ ആരാണെന്നറിയാതെ അയാളുടെ ഒപ്പം പോയി. അങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലക്സാണ്ടർ ആ വയസ്സായ വ്യക്തിയോട് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അതിന് മറുപടിയായ വയസ്സായ വ്യക്തി പറഞ്ഞത്, എൻ്റെ അവസാനത്തെ ആഗ്രഹം കുടി നിർത്തണമെന്നതാണ്. അത് കേട്ട അലക്സാണ്ടർ, ഇതാണ് നിങ്ങൾ അവസാനമായി കുടിക്കാൻ പോകുന്ന ഡ്രിങ്ക്സ്, ഇനി ഒരിക്കലും നിങ്ങൾ കുടിക്കില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ആ വയസ്സായ വ്യക്തി മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലക്സാണ്ടർ പുറകിലൂടെ വന്ന് ചുറ്റിക വെച്ച് അദ്ദേഹത്തിൻ്റെ തലക്കടിച്ചു കൊന്നു. അലക്സാണ്ടർ എല്ലാവരെയും പുറകിലൂടെ വന്നാണ് കൊല്ലുന്നത്. അതിന് കാരണം മരണപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും ചീറ്റുന്ന രക്തം അലക്സാണ്ടറിന് ഇഷ്ടമല്ലായിരുന്നു. അത് തൻ്റെ ശരീരത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് അലക്സാണ്ടർ പിന്നിലൂടെ വന്ന് എല്ലാവരെയും അടിച്ചു കൊല്ലുന്നത്. അലക്സാണ്ടർ തൻ്റെ വീടിനടുത്തുള്ള പാർക്കിലും തൊട്ടടുത്ത ഫ്ലാറ്റുകളിലും ഓരോ ഫ്ലാറ്റിൽ ഏകദേശം 10 പേരെങ്കിലും കൊന്നിട്ടുണ്ട്. കൊല്ലുന്നതിന് മുൻപ് എല്ലാവരോടും അലക്സാണ്ടർ വളരെ നല്ല രീതിയിൽ ഇടപെടുമായിരുന്നു. അതിന് കാരണം ഒരു ബുക്കാണ്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർഗിനഫ് എന്ന ബുക്ക് വായിച്ച് ആ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താണ് എല്ലാവരോടും അലക്സാണ്ടർ സുഹൃത്ബന്ധമുണ്ടാക്കുന്നത്. ഈ ബുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്ന ഒരു നല്ല ബുക്കാണ്. പോലീസുകാർ എല്ലാവരും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള ആളെ കണ്ടുപിടിക്കാൻ വളരെ തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 ജൂൺ മാസത്തിൽ മസ്കലിബ എന്നൊരു പെൺകുട്ടിയുടെ ശരീരം ലഭിക്കുന്നത്. അങ്ങനെയാണ് തുടക്കം പറഞ്ഞ പോലെ പോലീസുകാർ ശരീരം പരിശോധിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത്. അവിടെ അന്വേഷണം നടത്തിയപ്പോൾ അവസാനമായ പെൺകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് അലക്സാണ്ടർ ആണെന്ന് പോലീസുകാർക്ക് മനസ്സിലായത്. ആ നിമിഷം തന്നെ പോലീസുകാർ അലക്സാണ്ടറിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസുകാർ അയാളുടെ വീട് മുഴുവൻ പരിശോധിച്ചു. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് വീട്ടിൽ നിന്നും ഒരു ചെസ് ബോർഡ് കണ്ടെത്തുന്നത്. ആ ചെസ് ബോർഡിൽ 67 കളങ്ങളിലും നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അയാൾ കൊന്നുകളഞ്ഞവരുടെ എണ്ണമാണ്. ശേഷം അലക്സാണ്ടറിനെ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ അലക്സാണ്ടറിന് വേണ്ടി മാത്രം ഒരു ബോക്സ് റെഡിയാക്കി അതിനാണ് അയാളെ നിർത്തിയത്. അതിന് കാരണം ചുറ്റുമുള്ള എല്ലാവർക്കും അലക്സാണ്ടറിനെ വളരെയേറെ ഭയമായിരുന്നു. 2007 ഒക്ടോബർ 24 റഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സീരിയൽ കില്ലർ അലക്സാണ്ടർ ആണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അവസാനം അലക്സാണ്ടർ ചെയ്ത എല്ലാ കൊലപാതകങ്ങളും സമ്മതിച്ചു.
അതിനെക്കുറിച്ച് പോലീസുകാർ കൂടുതലായി അന്വേഷിച്ചപ്പോൾ 49 കൊലപാതകങ്ങളും 3 കൊലപാതക ശ്രമങ്ങളും അലക്സാണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ചില ആളുകൾ പറയുന്നത് അലക്സാണ്ടർ ഇതിന് മുകളിൽ ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ്. എന്നാൽ ആ കൊലപാതകങ്ങളൊന്നും ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പറയപ്പെടുന്നു. 1992 53 കൊലപാതകങ്ങൾ ചെയ്ത ആൻഡ്രേ ചിക്കാറ്റിലോ എന്ന സീരിയൽ കില്ലറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അലക്സാണ്ടർ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്. ഇതാണ് റഷ്യയെ വിറപ്പിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ സീരിയൽ കില്ലറുടെ കഥ. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.